Hi all, welcome to Book Owls, and today we are going to deal with an essay by Francis Bacon, which is Off Truth. കേട്ടോ എന്താണ് ഓഫ് ട്രൂത്ത്? Before going to our essay, let's discuss who is Mr. Francis Bacon. He was an English philosopher and statesman who served as Attorney General and Lord Chancellor of England under King James I. നമുക്കൊരു ഇംഗ്ലീഷ് ഫിലോസഫർ ആയിരുന്നു അദ്ദേഹം എന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ബേക്കൺ ഹാസ് ബീൻ കോൾഡ് ദ ഫാദർ ഓഫ് എംപെരിസിസം. എന്താണ് എംപെരിസിസം എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തൊരു സംഭവം ആണെങ്കിലും അത് സെൻസറി എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ട്രൂത്ത്ഫുള്ളി അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി മനസ്സിലാക്കണം എന്നാണ് ഈ ഒരു എംപെരിസിസം ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഫാദറാണ് നമ്മുടെ ബേക്കൺ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ എസ്സേസിൻ്റെ പ്രധാന ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ ബ്രെവിറ്റിയാണ്. ബ്രെവിറ്റി ഈസ് ദ സോൾ ഓഫ് വിച്ച് എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര ബ്രീഫ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ എസ്സേസ്, പക്ഷേ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിരിക്കും. He argued for the possibility of scientific knowledge based only upon inductive reasoning and careful observation of events in nature. ഓക്കെ, പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പോപ്പുലർ വർക്ക് നോർമം ഓർഗാനമാണ്. അതുപോലെ തന്നെ നമുക്ക് ഓഫ് സ്റ്റഡീസ് ഉണ്ട്, ഓഫ് ട്രൂത്ത് ഉണ്ട്, ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അങ്ങനെ കുറേ എസ്സേസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ എസ്സേ ആയ ഓഫ് ട്രൂത്ത് പഠിക്കാം. ഈ ഓഫ് ട്രൂത്തിലെ പ്രൈമറി കൺസേൺ എന്ന് വെച്ചാൽ ട്രൂത്ത്ഫുൾ ആയിട്ടിരിക്കുക. ലൈഫിൽ നമ്മൾ ലൈസ് പറയാതെ ട്രൂത്ത്ഫുൾ ആയിട്ടിരിക്കുക. ലൈസ് പറയുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ ട്രൂത്ത് നമുക്ക് എങ്ങനെ ട്രൂത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ ലൈസ് പറയുന്നത്, അത് അവരെന്താണ് അതിന് മോട്ടിവേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ എസ്സേ നോക്കാം. ആരെങ്കിലും പൊതുവെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഓക്കെ, നമ്മുടെ എസ്സേ. വാട്ട് ഈസ് ട്രൂത്ത്? സെഡ് ജസ്റ്റിൻ പൈലറ്റ് ആൻഡ് വുഡ് നോട്ട് സ്റ്റേ ഫോർ ആൻ ആൻസർ. Certainly, there be that delight in giddiness and count it a bondage to fix a belief, affecting free will in thinking as well as in acting. ഈ ജസ്റ്റിൻ പൈലറ്റ് എന്താണെന്നറിയോ? നമ്മുടെ പോണ്ടിയസ് പൈലറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ജീസസ് ക്രൈസ്റ്റിനെ ക്രൂസിഫൈ ചെയ്യുന്നത്. അദ്ദേഹം തെറ്റുകാരനാണെന്ന് വിധിച്ചിട്ട് അദ്ദേഹത്തെ ക്രൂസിഫൈ ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ ആരാണ്? പോണ്ടിയസ് പൈലറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി. സോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ജസ്റ്റിൻ പൈലറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ട്രൂത്ത്? സെഡ് ജസ്റ്റിൻ പൈലറ്റ്. അദ്ദേഹം ചോദിക്കുകയാണ്, പക്ഷേ ഒരു ആൻസർ ഇല്ല. എന്താണ് സത്യം എന്നുള്ളതിന് അദ്ദേഹത്തിന് പോലൊരു ആൻസർ ഇല്ല. കാരണം ജീസസ് ക്രൈസ്റ്റിനെ അദ്ദേഹം ക്രൂസിഫൈ ചെയ്തു. പക്ഷെ അദ്ദേഹം ഒരുപാട് പേരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടാണ് ക്രൈസ്റ്റ് തെറ്റുകാരനാണ് അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തെ ക്രൂസിഫൈ ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്യുന്നത്. അല്ലാതെ ഇദ്ദേഹത്തിന് ഉറപ്പില്ല ക്രൈസ്റ്റ് തെറ്റുകാരനാണെന്ന്, കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ക്രൈസ്റ്റിനെ ക്രൂസിഫൈ ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്തതെന്ന് അദ്ദേഹത്തിന് ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഒരു ആൻസർ ഇല്ല അദ്ദേഹത്തിന് പറയാൻ വേണ്ടിയിട്ട്. എന്താണ് ട്രൂത്ത്? അതിന് അദ്ദേഹത്തിന് ഒരു കൊടുക്കാൻ ആൻസർ ഇല്ല. Certainly, there be the delight in giddiness and count it a bondage to fix a belief, affecting free will in thinking as well as in acting. ഗിഡിനെസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ വീക്കായിട്ട് ഫിക്കിൾ മൈൻഡഡ് ആയിട്ടൊക്കെ ഇരിക്കാം. അപ്പോൾ ഈ ഒരു വീക്കായിട്ട് ഇരിക്കുന്നതിൽ നമുക്കൊരു പ്ലഷറുണ്ട് അല്ലെങ്കിൽ ഡിലൈറ്റ് ഉണ്ട്. അല്ലാതെ നമ്മളിപ്പം നമുക്കൊരു പർട്ടിക്കുലർ ബിലീഫ്, അത് ട്രൂത്താണ്, ആ ഒരു ബിലീഫിൽ ഫിക്സ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫറാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് സത്യത്തിൽ വിശ്വസിക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യും? അവർ ഒപ്പീനിയൻസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഫിക്കിൾ മൈൻഡഡ് ആയിട്ട് ഇരിക്കുകയാണ് അവർക്ക് താല്പര്യം എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയും ഓക്കെ ഫ്രീ വിൽ ഇൻ തിങ്കിങ് ആണ് എന്നൊക്കെ പറയും. ഇനി നമുക്ക് നെക്സ്റ്റ് ലൈൻസ് നോക്കാം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ ഡിഫിക്കൽറ്റി ആൻഡ് ലേബർ വിച്ച് മെൻ ടേക്ക് ഇൻ ഫൈൻഡിങ് ഔട്ട് ദ ട്രൂത്ത്, നോർ അഗൻ ദാറ്റ് വെൻ ഇറ്റ് ഈസ് ഫൗണ്ട് ഇറ്റ് ഇമ്പോസസ് അപ്പോൺ മെൻസ് തോട്ട്സ് that doing bring lies in favor but a natural though corrupt love for the lie itself. സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിപ്പം സത്യം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽറ്റിയാണ് അല്ലേ? പക്ഷേ അത് മാത്രമല്ല, നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുക, നമ്മൾ കണ്ടുപിടിച്ച ട്രൂത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നതും അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ആ ട്രൂത്തിനെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഹ്യൂമൻസിന് ഒരു ഇന്നേറ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, ജന്മനാ ഉള്ള സംഭവമാണ്. എന്തിന്? ലൈസിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതിന്. ഓക്കെ, ബട്ട് എ നാച്ചുറൽ ദോ കറപ്റ്റ് ലവ് ഫോർ ദ ലൈ ഇറ്റ് സെൽഫ്. എന്നിട്ട് നമ്മുടെ ലൂഷ്യൻ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് ഫിലോസഫർ ഉണ്ട്. അദ്ദേഹം ഈ ലൈസിനെ ലവ് ചെയ്യുന്നുണ്ടല്ലോ, അതിന് 2 റീസൺസ് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ പോയിറ്റ്സ് ഒരുപാടായിട്ട് എന്ത് ചെയ്യും? ലൈസ് എഴുതാറുണ്ടല്ലേ ഒരുപാട്. ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെയാണോ പോയിറ്റ്സ് എഴുതുന്നത്? അല്ല, കള്ളങ്ങളാണ്. പക്ഷെ അതൊരു പ്ലഷറാണ്. അതായത് ഇപ്പം പോയിറ്റിനും ഒരു പ്ലഷറുണ്ട്, അതുപോലെ വായിക്കുന്നവനും ഒരു പ്ലഷറുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നു. സോ നമുക്ക് അവിടെ ആ ലൈസ് പറഞ്ഞത് ജസ്റ്റിഫൈ ചെയ്യാം. അതുപോലെ മെർച്ചൻസ് ലൈ ചെയ്യും. എന്തിനാണ്? അത് അവരുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ലൈ ചെയ്യുന്നത്. പീപ്പിൾ ലൈ ഫോർ ലൈസ്
സേക്ക്, അതായത് ആൾക്കാർക്ക് ലൈസിൻ്റെ സേക്കിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ കള്ളം പറയുന്നത്. കള്ളം പറയാനാണ് കുറച്ച് എളുപ്പം. നമ്മൾക്ക് സത്യസന്ധരായിട്ട് ഇരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പാട്. നെക്സ്റ്റ് ആണ്, ബട്ട് ഐ കനോട്ട് ടെൽ ദി സെയിം ട്രൂത്ത് ഇസ് എ നേക്കഡ് ആൻഡ് ഓപ്പൺ ഡേ ലൈറ്റ് ദാറ്റ് ഡത്ത് നോട്ട് ഷോ ദ മാസ്ക് മെമ്മറീസ് ആൻഡ് ട്രയംസ് ഓഫ് ദ വേൾഡ് ഹാവ് സോ സ്റ്റേറ്റ്ലി ആൻഡ് ഡെയിൻലി ആസ് കാൻഡിൽ ലൈറ്റ്സ്. അത് ഇത്രയേ ഉള്ളൂ. അതായത് ട്രൂത്തിനെ ഇദ്ദേഹം കമ്പയർ ചെയ്യുന്നത് ഒരു ഓപ്പൺ ഡേ ലൈറ്റുമായിട്ടാണ്, അതുപോലെ ലൈസിനെ കമ്പയർ ചെയ്യുന്നത് കാൻഡിൽ ലൈറ്റ് ആയിട്ടാണ്. ഓപ്പൺ ഡേ ലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാം സത്യങ്ങളെല്ലാം പുറത്ത് വരികയാണ്, വെളിച്ചത്താവുക എന്നൊക്കെ പറയില്ലേ. ഇപ്പം നമ്മളൊരു മനുഷ്യനാണെന്ന് കമ്പയർ ചെയ്തു, അപ്പോൾ ഒരു ഹ്യൂമൻ അവൻ്റെ ഒരു ഫേസ് കമ്പയർ ചെയ്യാണ്, അവൻ്റെ മുഖത്തെ ബ്ലെമിഷസ്, മുഖക്കുരു, അല്ലെങ്കിൽ റെഡിഷ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡേ ലൈറ്റിൽ എക്സ്പോസ്ഡ് ആവും. പക്ഷേ ഒരു കാൻഡിൽ ലൈറ്റ് അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ഇരുട്ട് ആയിട്ടുള്ള സമയത്ത് എല്ലാം എക്സ്പോസ്ഡ് ആവുമോ? ഇല്ല. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലായിട്ടും നൈറ്റിനെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ ലൈസിനെയും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ലൈസിനെ നൈറ്റുമായിട്ടും ട്രൂത്തിനെ ഡേയുമായിട്ടാണ് ഇദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഡ്രാമാസ്, അതായത് മാസ്ക്, പിന്നെ മെമ്മറീസ്, ട്രയംസ്, അതൊക്കെ നമ്മൾക്ക് കൂടുതലായിട്ടും രാത്രിയാണ് കാണിക്കുന്നത് അല്ലേ. അതെന്തുകൊണ്ടാണ്? രാത്രി കാണിക്കുമ്പം അതിന് കുറച്ചും കൂടെ ബ്യൂട്ടി ഉണ്ട്, ഒരു ഡിലൈറ്റ് ഫീൽ ചെയ്യും. അവരുടെ കുറേ ബാക്കി കാര്യങ്ങൾ, എക്സ്പോസ്ഡ് ആവാനുള്ള കുറേ കാര്യങ്ങൾ നൈറ്റിൽ കാണിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? മറഞ്ഞു പോവും. അതുകൊണ്ടാണ് അവർക്കിത് ഈ മാസ്ക് എന്ന് വെച്ചാൽ ഡ്രാമ, അങ്ങനത്തെ സംഭവങ്ങൾ പഴയ കാലത്തെ സംഭവങ്ങളാണ് കേട്ടോ. ദേ വോണ്ട് ബിക്കം ബ്യൂട്ടിഫുൾ ഇൻ ഡേ ലൈറ്റ്. ഡേ ലൈറ്റിൽ അവയൊന്നും അത്ര ബ്യൂട്ടി ആയിരിക്കണം എന്നില്ല. അതുപോലെ തന്നെയാണ് ലൈസിൻ്റെയും ട്രൂത്തിൻ്റെയും കാര്യം. അത്ര ബ്യൂട്ടി ആയിരിക്കില്ല. അതായത് നമ്മുടെ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഡേയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, അത് അത്ര പ്രറ്റി ആയിട്ട് ആവണം എന്നില്ല. പക്ഷേ നൈറ്റിലാകുമ്പോൾ ആൾക്കാർക്ക് അത് കൂടുതൽ ഇഷ്ടമാണ്. അവരുടെ കുറേ കാര്യങ്ങൾ അവർക്ക് അവിടെ മറച്ചു പിടിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ആണ്, ട്രൂത്ത് may perhaps comes to price of a pearl that showeth best by day, but it will not rise to the price of a diamond or carbuncle that showeth best in varied lights. അതായത് ട്രൂത്തിനെ ഇദ്ദേഹം പേളുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പേൾ എന്നുള്ള പവിഴം. അതായത് പേളിന് ഏറ്റവും കൂടുതൽ ബ്യൂട്ടി ഡേ ലൈറ്റിലായിരിക്കും അല്ലേ, നല്ല ബ്യൂട്ടി ആയിരിക്കും. പക്ഷേ ഇത്രയും ബ്യൂട്ടി ഉള്ള പേളിനെക്കാട്ടിയും വില കൂടുതൽ എന്തിനാണ്? രാത്രിയിൽ അല്ലെങ്കിൽ വെരീഡ് ആയിട്ടുള്ള ലൈറ്റ്സിൽ തിളങ്ങുന്ന ഡയമണ്ട്സിനും അല്ലെങ്കിൽ കാർബങ്കിൾ, അങ്ങനെയുള്ള ഇതുപോലെ കാർബങ്കിൾ, ഓക്കെ, അങ്ങനെയുള്ള പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ് ഉണ്ടല്ലോ, പേളിനെക്കാട്ടിയും വിലമതിപ്പുള്ളത് അവയ്ക്കാണ്. അപ്പം ലൈസും അതുപോലെയാണ്, ഡയമണ്ട്സ് പോലെയാണ് ലൈസ്. പക്ഷേ സത്യം, അതായത് ട്രൂത്തായ പേളിന് വിലയില്ല. അവ ലൈറ്റിലാണ് പ്രകാശിക്കുന്നത്, പക്ഷെ അവർക്ക് വിലയില്ല. നൈറ്റിൽ പ്രകാശിക്കുന്ന അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലൈറ്റ്സിൽ പ്രകാശിക്കുന്ന ഡയമണ്ട്സിനാണ് കൂടുതൽ പ്രഷ്യസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. A mixture of a light that ever add pleasure, that any man doubt, that if they were taken out of men's minds vain opinions, flattering hopes, false valuations, imagination as one would, and the like, but it would leave the minds of a number of men poor, shrunken things, full of melancholy and indisposition, and unpleasing to themselves. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ലൈ എന്തിനാ ആഡ് ചെയ്യുന്നത്? ഒരു പ്ലഷറിന് വേണ്ടിയിട്ടാണല്ലേ. ഇപ്പം ഞാനിപ്പോൾ പഠിക്കുകയാണ്, സിവിൽ സർവീസിന് പഠിക്കുകയെന്ന് വെച്ചോ. അപ്പം ഞാൻ തന്നെ എന്നോട് പറയണം, നീ ഒരു പൊട്ട, നീ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, എന്തിനു വേണ്ടി നീ പഠിക്കുന്നത്, നീ ഒരു മണ്ടിയല്ലേ എന്നൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ പിന്നെ കാര്യമുണ്ടോ? പിന്നെ ഞാൻ പഠിച്ചിട്ട് തന്നെ കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യും? കുറച്ച് പിഞ്ച് ഓഫ് ലൈസ് അതിനകത്ത് ആഡ് ചെയ്യും. എന്തൊക്കെയുണ്ട്? ഫ്ലാറ്ററിങ് ഉണ്ട്, പിന്നെ ഹോപ്സ് ഉണ്ട്, പിന്നെ വെയിൻ ഒപ്പീനിയൻസ് ഉണ്ട്, ഫോൾസ് വാല്യുവേഷൻസ് ഉണ്ട്, ഇമാജിനേഷൻ ഉണ്ട്. ഇതൊക്കെ ആഡ് ചെയ്യുന്നത് നമ്മളെ എന്താണ് കുറച്ചും കൂടെ മോട്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. സോ പീപ്പിൾ ടെൻ ടു ബിലീവ് ലിറ്റിൽ കൈൻഡ് ഓഫ് ഫോൾസ് ഈവൻ ഇഫ് ദേ നോ. അതായത് അവർക്കറിയാം ഇത് ലൈ ആണെന്ന് അറിയാമെങ്കിൽ പോലും അവരെന്ത് ചെയ്യും? ഈ പിഞ്ച് ഓഫ് ലൈസ് അതിനകത്ത് ആഡ് ചെയ്യും. അല്ലെങ്കിൽ ലൈഫ് ഭയങ്കര സ്ട്രങ്കൺ ആയി പോവും, മെലങ്കലിക് ആയി പോവും, അൺപ്ലീസിങ് ആയി പോവും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ലൈൻസ് ആണ്, one of the fathers in great severity called poesy vinum demonum because it filleth the imagination and yet it is but with the shadow of a lie. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പോയട്രി പ്ലേറ്റോ മുതലുള്ള ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല എന്നറിയാലോ. അപ്പം അഗസ്റ്റസ്, വൺ ഓഫ് ദ ഫാദേഴ്സ് വെച്ച് പറയുന്നത് അഗസ്റ്റസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് പോയട്രി ഇഷ്ടമല്ല. അദ്ദേഹം പറയുന്നത് പോയട്രി ബാൻ ചെയ്യണം എന്നാണ്. പോയട്രിയെ ഡെവിൾസ് വൈൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. കാരണം ഇതിനകത്ത് ഇമാജിനേഷൻ ഉണ്ട്. ഈ ഇമാജിനേഷൻ എന്താണ്? ലൈസിൻ്റെ ഒരു ഷാഡോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ ബാൻ ചെയ്യണം എന്ന് അദ്ദേഹം പറയുന്നു. ഈ ഒരു പോയട്രി ഇത് ആൾക്കാരെ ഡിസ്ട്രാക്ട് ചെയ്യും, അവരുടെ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യുകയും ലൈസ് ഉപയോഗിച്ച് അതിനെ കറപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുന്നു.
പക്ഷേ ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത് ഇറ്റ്സ് ഓക്കെ ബിക്കോസ് ഇറ്റ്സ് സിംപ്ലി ഫോർ പ്ലഷർ. ഇത് പ്ലഷറിന് വേണ്ടിയിട്ടല്ലേ, ആൾക്കാർ തന്നെ അറിയാം എന്താണ് ഇത് ലൈ ആണെന്ന് ആൾക്കാർക്ക് അറിയാം. സോ ഇറ്റ്സ് ഓക്കെ, ഇത് പ്ലഷറിന് വേണ്ടിയിട്ടല്ലേ എന്ന് ആര് പറയുന്നു? ഫ്രാൻസിസ് ബേക്കൺ പറയുന്നു. നെക്സ്റ്റ് ആണ്, but it is not the lie that passeth through the mind, but the lie that sinketh in and settleth in it, that doth the heart, such as we spake of before. But howsoever these things are thus in men's depraved judgments and affections, yet truth, which only doth judge itself, teacheth that the inquiry of truth, which is the love making or wooing of it, the knowledge of truth, which is the presence of which, and the belief of truth, which is enjoying of which, is the sovereign good of human nature. അദ്ദേഹം പറയുന്നു ഇറ്റ്സ് ട്രൂ ദാറ്റ് ലൈസ് ആർ ക്വൈറ്റ് അട്രാക്റ്റീവ് അല്ലേ, ലൈസ് കുറച്ച് അട്രാക്റ്റീവ് ആണ്, പ്ലഷറബിൾ ആണ്. ബട്ട് ഇറ്റ് ഈസ് ഈസിയർ ടു ബിലീവ് ഇൻ ലൈസ്. നമുക്ക് കള്ളങ്ങളിൽ വിശ്വസിക്കാൻ കുറച്ച് എളുപ്പമാണ്. പക്ഷേ നമ്മൾ ആ ഒരു ലൈസിനെ എൻക്വയർ ചെയ്ത് റിയലൈസ് ചെയ്ത് അതിനകത്തുള്ള ട്രൂത്തിനെ ഡിസ്കവർ ചെയ്യാന്നുള്ളതാണ് ഹ്യൂമൻസിന് ചെയ്യാൻ പറ്റുന്ന യഥാർത്ഥ അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. ആ ഒരു ലൈസ് ആണോ അല്ലെങ്കിൽ ട്രൂത്ത് എന്താണ് അതിനെ റിയലൈസ് ചെയ്യുക, എൻക്വയർ ചെയ്യുക, ഡിസ്കവർ ചെയ്യുക. അതാണ് ഹ്യൂമൻസിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ് ആണ്, ദ ഫസ്റ്റ് ക്രീച്ചർ ഓഫ് ഗോഡ് ഇൻ ദ വർക്ക്സ് ഓഫ് ദ ഡേയ്സ് വാസ് ദ ലൈറ്റ് ഓഫ് ദ സെൻസ്. അതായത് ദൈവം ആദ്യമായി സൃഷ്ടി നടത്തിയപ്പോൾ അവൻ ആദ്യം ചെയ്തത് ലൈറ്റ് ഓഫ് ദ സെൻസിനെ ക്രിയേറ്റ് ചെയ്തു. ദ ലാസ്റ്റ് വാസ് ദ ലൈറ്റ് ഓഫ് റീസൺ. അവസാനം ഉണ്ടാക്കിയതാണ് റീസൺ, യുക്തിയുടെ ലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഹിസ് സാബത്ത് വർക്ക് എവർ സിൻസ് ഇസ് ദ ഇലുമിനേഷൻ ഓഫ് ഹിസ് സ്പിരിറ്റ്. അതിനുശേഷം അദ്ദേഹം റെസ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ അതിനുശേഷം അദ്ദേഹം എല്ലാം ചെയ്യുന്നത് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സ്പിരിറ്റിനെ കുറച്ച് ഇലുമിനേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കൂടുതലായിട്ടും സ്പെൻഡ് ചെയ്തത്. ഫസ്റ്റ് ഹി ബ്രീത്ത് ലൈറ്റ് അപ്പോൺ ദ ഫേസ് ഓഫ് ദ മാറ്റർ ഓർ chaos. Then he breathed light in the face of man, and still he breathed and inspired light into the face of his chosen. അതായത് ആദ്യം ഇദ്ദേഹം അവിടെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാറ്റർ, അതിനകത്താണ് അദ്ദേഹം വെളിച്ചം വീശിയത്. അതിനുശേഷം ഇദ്ദേഹം വെളിച്ചം വീശിയത് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഫേസിലേക്കാണ്. അതിനുശേഷം അദ്ദേഹം ഇപ്പോഴും എന്താണ് അദ്ദേഹം ഉണ്ടാക്കിയ സൃഷ്ടികളുടെ ഫേസിലേക്ക് ലൈറ്റ് റിഫ്ലക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. Next, certainly it is heaven upon earth to have a man's mind move in charity, rest in providence, and turn upon the poles of truth. അതായത് മനുഷ്യന്മാർ ഏറ്റവും ഹ്യൂമൻ എന്ന് പറയണമെങ്കിൽ അവൻ്റെ മനസ്സ് ചാരിറ്റി, ലവ് അതിനകത്തായിരിക്കണം. റെസ്റ്റ് ഇൻ പ്രൊവിഡൻസ്, ദൈവഭക്തി. അതുപോലെ പോൾസ് ഓഫ് ട്രൂത്ത്, സത്യം മാത്രം പറയുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന, അവിടെയാണ് യഥാർത്ഥ ഹ്യൂമൻ ഉള്ളത്. ട്രൂത്ത് ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി ദ ഗൈഡിങ് പ്രിൻസിപ്പിൾ ഓഫ് ഹ്യൂമൻ. To pass from theological and philosophical truth to the truth of civil business, it will be acknowledged even by those that practice it not that clear and round dealing is the honor of man's nature, and that mixture of falsehood is like alloy in coin of gold and silver, which make the metal work better, but it embassy it. ഇനി ഇദ്ദേഹം തിയോളജിക്കൽ ഫിലോസഫിക്കൽ ട്രൂത്തിൽ നിന്നും സിവിൽ ബിസിനസ്സിലേക്ക് പോവുകയാണ്. അതായത് ഇദ്ദേഹം പറയുന്നു നമ്മുടെ ഗോൾഡ് അല്ലേ, ഈ ഗോൾഡ് എന്ന് പറയുന്ന സംഭവം പ്യുവർ 24 കാരറ്റ്സ് ഗോൾഡ് എന്ന് പറയുന്നത് പ്യുവർ ഗോൾഡ് നമുക്ക് എന്തെങ്കിലും ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ? ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റൂല. കാരണം അത് ഭയങ്കര ഫ്രജൈലാണ്, അത് വീക്കാ, പൊട്ടിപ്പോവും. നമുക്കത് വെച്ച് അടിച്ച് പരത്തി ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ എന്ത് ചെയ്യും അവർ? അതിൻ്റെ ഇടയ്ക്ക് അലോയി, കോപ്പറൊക്കെ ആഡ് ചെയ്യും. ഈ കോപ്പറൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് അത് 22 കാരറ്റ് ഒക്കെ ആയിട്ട് മാറുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് അടിച്ചു പരത്താനും എന്ത് ചെയ്യാൻ പറ്റും? ഗോൾഡ് ഉണ്ടാക്കാനും തിൻ പേപ്പർ ഇതൊക്കെ ആയിട്ട് തിൻ മെറ്റൽസ് ഒക്കെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റും അലോയ് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്താണ് നമ്മുടെ അലോയ് സിൽവറോ കോപ്പറോ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഈ മെറ്റലിന് ബെറ്ററായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ അത് അതിൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെടുത്തും. മനസ്സിലായോ? അതുപോലെയാണ് ലൈസ് എന്ന് പറഞ്ഞാൽ. ലൈസ് നമ്മൾ ട്രൂത്തിനകത്തേക്ക് ലൈസ് ആഡ് ചെയ്യുമ്പം അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. ബട്ട് ഡിഗ്രേഡ് ചെയ്യാണ് അല്ലേ ആ ഒരു സംഭവത്തെ, ആ ഒരു ട്രൂത്തിനെ അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചറിനെ അത് ഡിഗ്രേഡ് ചെയ്യാണ്. For these winding and crooked courses are goings of the serpent, which go basely upon the belly and not upon the feet. അതായത് ഫോൾസ്ഹുഡ്, കള്ളം പറയാ, അതുള്ളത് ആരുടെ പരിപാടിയാണ്? സോപ്പന്റിന്റെ പരിപാടിയാണ്. ആരായി സോപ്പന്റ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ആദത്തിനെയും ഈവിനെയും ടെംപ്റ്റ് ചെയ്ത്
ആദമില്ല, ഈവിനെ ടെംപ്റ്റ് ചെയ്ത് ആദ്യമായിട്ട് ഗോഡിനെ ഡിസോബോയ് ചെയ്തില്ലേ, ആ ഒരു വിലക്കപ്പെട്ട കനിയൊക്കെ കഴിപ്പിച്ചില്ലേ, ആ സോപ്പൻ്റാണ് ഈ സോപ്പൻ്റ് സൈത്തൻ. അപ്പോൾ ഈ ഒരു സോപ്പൻ്റ് അല്ലെങ്കിൽ സെയ്ത്തിൻ്റെ പരിപാടിയാണ് ഫോൾസ്ഹുഡ് എന്ന് പറയുന്നത്. അതിന് അവന് കിട്ടിയ പണിഷ്മെൻ്റ് എന്താണ്? ലൈഫ് ലോങ് അവന് ബെല്ലിയിൽ എഴയുക, ആ ഒരു പണിഷ്മെൻ്റാണ് ഗോഡ് അവന് കൊടുത്തത്. സോ ഈ ഒരു ഫോൾസ്ഹുഡിനെ നമ്മൾക്ക് സെയ്ത്തനുമായിട്ട് അല്ലെങ്കിൽ ആ സോപ്പൻ്റിൻ്റെ പണിയുമായിട്ട് ഇദ്ദേഹം കമ്പയർ ചെയ്യുന്നു. There is no vice that doth so cover a man with shame as to be found false and perfidious. അതായത് ഈ ലോകത്തിന് വലിയൊരു തിന്മയില്ല. അതായത് ഒരു മനുഷ്യൻ സ്വയം ഞാൻ ഇത്രയും വലിയൊരു കള്ളനാണ് അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു ചതിയനാണെന്ന് മനസ്സിലാക്കുന്നതിനെക്കാട്ടിയും വലിയൊരു തിന്മയില്ല, വയസ്സില്ല എന്ന് പറയുന്നു. And therefore Montaigne saith prettily when he inquired the reason why the word of lie should be such as a disgrace and such as odious charge. അപ്പോൾ മൊണ്ടൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലോസഫർ ഉണ്ട്. അദ്ദേഹം കുറച്ച് റീസൺസ് കണ്ടുപിടിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ലൈ, എന്തുകൊണ്ടാണ് കള്ളം ഇത്രമാത്രം ഡിസ്ഗ്രേസ് ആവുന്നത് കേട്ടോ? എന്തുകൊണ്ടാണ് ഇത് ഇത്രമാത്രം ഡിസ്ഗ്രേസ് ആവുന്നത്? നമ്മൾ ഇത്ര ഒരു വേഴ്സ്റ്റ് ആയിട്ട് എന്താണ് വൈ വി ട്രീറ്റിംഗ് ദിസ് ലൈ, എന്തുകൊണ്ടായിരിക്കും? മൊണ്ടൈൻ അതിന് ആൻസർ കൊടുക്കുന്നുണ്ട്. Saith he, അദ്ദേഹം പറയുന്നു, if it will be well vain to say that a man lieth is as much as to say as that he brave towards God and a cover towards men. For a lie faces God and shrinks from man. സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ മനുഷ്യനോട് കള്ളം പറയുന്നത് നമ്മൾ കുറച്ച് ഈസിയാണ് അല്ലേ? നമ്മൾക്കിപ്പം എന്തെങ്കിലും ഒരു കാര്യം കവർ ചെയ്യണം, നമുക്ക് സത്യം പറയാൻ വേണ്ടിയുള്ള ഒരു ധൈര്യമില്ലാത്ത സമയത്ത് നമ്മൾ കവേർഡ് ആവുകയാണ്, നമ്മൾ ഭീരുവായിട്ടാണ് അവനോട് കള്ളം പറയുന്നത് മനുഷ്യന്മാരോട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഗോഡിനോടാണ് നമ്മൾ ഇത് ജസ്റ്റിഫൈ ചെയ്യേണ്ടത്. ഗോഡിൻ്റെ മുന്നിൽ നമ്മൾ ബ്രേവ് ആവുകയാണ് അല്ലേ? അതായത് ഇപ്പം മനുഷ്യന്മാരുടെ മുന്നിൽ നമ്മൾ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നു, പക്ഷെ ഗോഡിൻ്റെ അടുത്താണ് നമ്മുടെ ഈ കളി മൊത്തം. അപ്പം ചെറിയ കാര്യമാണ് ഒന്ന് മനുഷ്യനോട് സത്യം പറഞ്ഞാൽ അവിടെ തീരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? മനുഷ്യനോട് കള്ളം പറഞ്ഞിട്ട് നമ്മൾ ഗോഡിനെയാണ് ചലഞ്ച് ചെയ്യുന്നത്. സോ നമുക്കതിൻ്റെ പണിഷ്മെന്റ് കിട്ടും. നമ്മൾ എപ്പോഴാണെങ്കിലും നമുക്കതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ ഗോഡിന് കൊടുത്തേ പറ്റുള്ളൂ. ബിക്കോസ് വി ആർ ഇൻസൾട്ടിങ് ഗോഡ് ബൈ ടെല്ലിങ് ലൈസ് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഗോഡിനെ ഇൻസൾട്ട് ചെയ്യാണ്. ആൻഡ് വി വിൽ ബി ആൻസറബിൾ ടു ഗോഡ്. ഒരിക്കൽ ഗോഡ് നമ്മൾ ആൻസർ കൊടുത്തേ പറ്റുള്ളൂ ഇതിന്. Surely the weakness of falsehood and breach of faith cannot possibly be so highly expressed as in that it shall be the last peal to call the judgments of God upon the generation of man. It being foretold that when Christ cometh, that he shall not find faith upon the earth. ഇവിടെ റെഫർ ചെയ്യുന്നത് നമ്മുടെ ലാസ്റ്റ് ഡേ, ഫൈനൽ ജഡ്ജ്മെന്റ് ഡേ എന്നൊക്കെ പറയില്ലേ, ഡൂംസ് ഡേ, അവസാനത്തെ ഡേ ആണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. ക്രൈസ്റ്റ് വരുമ്പോൾ ഹി ഷാൽ നോട്ട് ഫൈൻഡ് ഫെയ്ത്ത് അപ്പോൺ ദ എർത്ത്, അതായത് അദ്ദേഹത്തിന് ഈ ഒരു എർത്തിൽ വിശ്വാസം പോലും കാണില്ല. ബിക്കോസ് എല്ലാം കള്ളന്മാരാണല്ലോ, പിന്നെ ഇപ്പോൾ എന്ത് വിശ്വാസമാണ് കാണിക്കുന്നത്? സോ നമ്മൾ ഫൈനൽ ജഡ്ജ്മെന്റ് ഡേയിൽ ഉറപ്പായിട്ടും ഗോഡിനോട് ആൻസറബിൾ ആയിരിക്കണം. ഗോഡ് നമ്മളെ പ്യുവറായിട്ട് ജഡ്ജ് ചെയ്യും, നമുക്ക് പണിഷ്മെന്റ് തരും. സോ ബി ഇൻ ട്രൂ ടു ഗോഡ് ആൻഡ് ഓൾസോ ട്രൂ ടു ഹ്യൂമൻ ഇറ്റ് സെൽഫ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയാണ് എസ്സേ. ഞാൻ ഒന്നുകൂടെ സമപ്പ് ചെയ്ത് ജസ്റ്റ് ചുമ്മാ ഒന്ന് പറഞ്ഞുതരാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇദ്ദേഹം സ്കെപ്റ്റിക്കലായിട്ടുള്ള, അത് കേട്ടില്ലേ, സ്കെപ്റ്റിക്കൽ, എപ്പോഴും ഭയങ്കര ഡൗട്ട്സ്, അവരുടെ കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവരെപ്പോഴും ഒരു ട്രൂത്തിൽ മാത്രം വിശ്വസിക്കത്തില്ല. അവർക്ക് എപ്പോഴും ഡൗട്ടാണ്, ഇതെന്താ ഇങ്ങനെ. അപ്പോൾ അവർ ട്രൂത്തിൽ വിശ്വസിക്കാതെ പിന്നെയും അതിന് തന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേയിരിക്കും. സംശയാലുക്കളാണ്, സ്കെപ്റ്റിക് ബിലീവ്സ് ഉള്ളവർ. അവരെയും ഇദ്ദേഹം ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സമ്മപ്പ് ചെയ്ത് പറയാം. ഓഫ് ട്രൂത്ത് ബൈ ഫ്രാൻസിസ് ബേക്കൺ ഈസ് ആൻ എസ്സേ ദാറ്റ് ഡെയിൽസ് ഇൻ ടു ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ട്രൂത്ത്. Bacon says that truth holds intrinsic value and should be pursued for its own sake. He highlights the consequences of deception, emphasizing that lies may temporarily serve personal interest but ultimately lead to confusion and harm. അതായത് ആ ഒരു മൊമെന്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ ലൈസ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് കാരണം നമുക്ക് വലിയ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഹേർട്ട് അല്ലെങ്കിൽ ഹാം ഉണ്ടായേക്കാം. The essay explores the relationship between truth and various aspects of human life, such as friendship, power, and knowledge. Bacon contends that truthful communication is essential for genuine and lasting relationship as it establishes trust. Moreover, he observes that truth is a source of empowerment, enabling individuals to make informed decisions and navigate the complexities of life. The essay also touches upon the role of truth in enhancing one's reputation and moral standing. Okay. നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ എന്തൊക്കെ വന്നാലും സത്യം മാത്രം പറഞ്ഞിട്ട് ഫ്രണ്ട്? നിങ്ങൾക്കുണ്ടോ? എന്ത് സംഭവിച്ചാലും ഞാൻ സത്യമേ പറയുള്ളൂ എന്നൊരു ഫ്രണ്ട് ഉണ്ടോ?
ഉണ്ടെങ്കിൽ അവിടെ പേര് കമൻറ്റ് ചെയ്യണം. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, മോട്ടി എന്ന പേര്. ആളിപ്പോൾ പോലീസിലാണ്. സത്യം മാത്രം പറയുന്ന നല്ലവനായ ഉണ്ണിയാണത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.